എൻ്റെ റൂം ഒന്ന് വൃത്തിയാക്കിയപ്പോട്ടോ ഈ ഒരു വിലപ്പെട്ട നിധി എനിക്ക് കളഞ്ഞു കിട്ടിയത്. നിങ്ങളോർക്കും ഇതെന്താന്നല്ലേ? അതെ. ഞാൻ ഒരുപാട് വരച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴല്ല, ഒരു 2 വർഷം മുമ്പ്. അന്ന് വരച്ചതൊക്കെ ഇതുപോലെ ഒരു ഫയലിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഒരു മൂവി ഇറങ്ങുമ്പോൾ അതിൻ്റെ പോസ്റ്റർ ആയാലും, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നടന്മാരെ ആയാലും, ഇനി അടുത്ത് നമുക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ള ആളുകളെ ആയാലും ഇതുപോലെ ഞാൻ വരയ്ക്കുമായിരുന്നു. എൻ്റെ ഒരു ഹോബി തന്നെ വരയ്ക്കുക എന്നുള്ളതായിരുന്നു. വെറുതെ ഇരിക്കുന്ന സമയമെല്ലാം ഞാൻ വരയ്ക്കുമായിരുന്നു. ഇപ്പോൾ എനിക്കതൊന്നിനും സമയം കിട്ടാതായി. എന്തോ ഇന്നിതെടുത്ത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. കണ്ടോ എന്തൊക്കെയാണ് ഞാൻ വരച്ചതെന്ന്. ഇഷ്ടം പോലെ, ഇഷ്ടം പോലെ എൻ്റെ ഫ്രണ്ട്സിനെ, അല്ലെങ്കിൽ ആക്ടേഴ്സിനെ, അങ്ങനെ ഇഷ്ടം പോലെ. ഇപ്പം അതിനൊന്നും സമയം കിട്ടാതായിരിക്കുവാ. പക്ഷേ ഇനി ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. ഇന്നിപ്പോൾ ഇതെല്ലാം എടുത്ത് നോക്കിയപ്പോൾ ഞാൻ എൻ്റെ പഴയ ആ ഒരു കാലത്തിലേക്ക് പോയി. കണ്ടില്ലേ? അന്നൊക്കെ വരയ്ക്കാൻ ഒരുപാട് ക്രേസായിരുന്നു. ഓരോ ദിവസവും ഇന്ന് എന്ത് വരയ്ക്കും അങ്ങനെ കണ്ടില്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് ടൈഗർ ഷ്രോഫ്. അപ്പോൾ പുള്ളീനെ വരയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരുപാട് എഫേർട്ട് ഇട്ടിരുന്നത്. അതൊക്കെ ആ ഐസ് വരച്ചേക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇപ്പം എനിക്കൊന്നും എന്താ ജോലി തിരക്കും ഒരുപാട് കാര്യങ്ങളാകുമ്പോൾ നമ്മളതെല്ലാം വിട്ടുപോകും. അങ്ങനെ എൻ്റെ ഈ ഒരു നിധി ഞാൻ തിരികെ എടുത്ത് വെക്കുകയാണ്. ഇപ്പോൾ എന്തോ കണ്ടപ്പോൾ എന്തോ ഒരു വല്ലാത്തൊരു നൊസ്റ്റാൾജിയ, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് വിലപ്പെട്ട എന്തോ ഒന്ന് കളഞ്ഞു കിട്ടിയതുപോലത്തെ ഒരു സന്തോഷം. അപ്പോൾ താങ്ക് യു.